നമസ്കാരം. ഗാസയിൽ ഇസ്രായേൽ ഹമാസ് പോരാട്ടം തുടരുമ്പോൾ ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. ബോംബ് നിർമ്മിക്കുന്നതിനും ഇത്തരം ബോംബാക്രമണങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ചുമതലയുള്ള ഹമാസ് നേതാവാണ് കൊല്ലപ്പെട്ടത്. അബ്ദുൽ ഫത്ത അമീൻ മാലി എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ നേരത്തെ കൊല്ലപ്പെട്ട ഹമാസിൻ്റെ നേതാവായിരുന്ന പതിറ്റാണ്ടുകളോളം അവരെ ബോംബ് നിർമ്മാണത്തിന് സഹായിച്ചിരുന്ന യാഹ്യ അയാഷിൻ്റെ പ്രധാന അനുയായികൾ ഒരാൾ കൂടിയാണ്. ഇയാളുടെ മരണത്തോടെ ഹമാസിന് ഈ ഒരു മേഖലയിൽ, അതായത് ബോംബ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കനത്ത തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിജയമാണ്. ഇയാളെ പിടികൂടുക ജീവനോടെയോ അല്ലാതെയോ എന്നുള്ളത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. ഇത് അവിടുത്തെ തന്നെ ഹമാസിനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും ഇയാൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന് നേരെ നിരന്തരമായി നടക്കുന്ന ആക്രമണങ്ങളിലൊക്കെ തന്നെ ഇയാളുടെ പങ്ക് വളരെ വലുതായിരുന്നു. ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലെത്തി അവിടെ നടത്തിയ ആക്രമണങ്ങളിലും മിസൈൽ ആക്രമണത്തിലൊക്കെ തന്നെ ഇയാൾ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് വഹിച്ചത് എന്ന് പിൽക്കാലത്ത് വെളിപ്പെട്ടിരുന്നു. അതേസമയം ഇയാളുടെ നേതാവായിരുന്ന യാഹ്യ അയാഷ് ആകട്ടെ എഞ്ചിനീയർ എന്ന ഓമന പേരിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. ബോംബുകൾ നിർമ്മിക്കുന്നതിലും അവ സ്ഥാപിക്കുന്നതിലും കൃത്യമായി അത് ആക്രമണം നടത്തുന്നതിലും ഒക്കെ തന്നെ ഇയാളായിരുന്നു പ്രധാന പങ്ക് വഹിച്ചിരുന്നത്. 1990-കളിൽ ഇസ്രായേലിൽ നിരവധി പേർ കൊല്ലപ്പെട്ട പല ബോംബ് സ്ഫോടനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചതും ഈ അയാഷായിരുന്നു. ഇത്രയും വലിയ തീവ്രവാദിയായിരുന്ന ഈ അയാഷിൻ്റെ പേരിൽ ഗാസയിൽ ഒരു റോഡ് പോലും സ്ഥാപിച്ചിട്ടുണ്ട് ഹമാസ് തീവ്രവാദികൾ. ഇത്രയും കൊടും തീവ്രവാദിയായിരുന്ന ഇയാളുടെ പേരാണ് ഗാസയിലെ ഒരു പ്രധാന റോഡിന് ഹമാസ് തീവ്രവാദികൾ നൽകിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട മാലിയെ സംബന്ധിച്ച് ഇയാളെ ഗാസയിൽ നിന്ന് നേരത്തെ പുറത്താക്കിയിരുന്ന ഒരാളായിരുന്നു. ഇയാൾ വളരെ കാലം ജയിലിൽ കിടന്ന വ്യക്തിയുമാണ്. അവിടെ നിന്ന് മോചിപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് ഇയാൾ വീണ്ടും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ സജീവമായത്. ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് ഇത് വലിയൊരു വിജയം തന്നെയാണ്. ഹമാസിൻ്റെ നേതാക്കളെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഒളിച്ചിരുന്നാലും അവിടെ പോയി വകവരുത്തും എന്നുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും അവിടുത്തെ മറ്റ് പ്രധാന നേതാക്കളുടെയൊക്കെ തന്നെ വാക്കുകൾ യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ സൈന്യം. ഇതുപോലെ ഇനിയും പിടികിട്ടാനുള്ള നിരവധി പ്രമുഖരായ ഹമാസ് നേതാക്കൾ ഒരുപക്ഷെ ഈ തുരങ്കങ്ങളിലും മറ്റും അവർ ഒളിച്ചിരിപ്പുണ്ട് എന്നാണ് ഇസ്രായേൽ കരുതുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തുരങ്കങ്ങളിൽ കടൽ വെള്ളം എത്തിച്ചും മറ്റും ഇവരെ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നത്. ഏതായാലും യുദ്ധം നീണ്ടു പോകുമ്പോൾ ഇവിടെ സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് എന്ന് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ തന്നെ പ്രഖ്യാപിക്കുമ്പോൾ ഇത്തരം തീവ്രവാദികൾ ഇപ്പോഴും അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിൻ്റെ പിടിവള്ളി. ഒരുപക്ഷെ ഇത്തരക്കാരായ മറ്റ് നേതാക്കളെയും പിടികൂടുന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള മാനുഷിക പരിഗണനയും വേണ്ട എന്ന് തന്നെയാണ് ഇസ്രായേൽ തീരുമാനിച്ചിട്ടുള്ളത്.